ഹായ് മല്ലു സ്ക്വാഡ് ഫാമിലിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ സറാഫിൻ റെഡിയാണോ? പോയി വരാം. So you are alone? Yes. No friends. White ship ആണെന്ന് സുരഭി, white ship. സുറപ്പ് എണ്ണി നോക്കിയേ. 4, 5, 6, 7, 8, 9, 10. സുറപ്പിയുടെ ബാബ ബ്ലാക്ക് ഷിപ്പ് ഇതിലേതാ? ബസ്സിൽ പോയല്ലേ അതുപോലെ വെള്ളത്തിൽ പോവാം. പപ്പാ വെള്ളത്തിൽ പോവാം. കണ്ടോ ഈ ഒരു ബീച്ച് പ്രത്യേക ടൈം ഷെഡ്യൂൾ ചെയ്ത് ഫോളോ ചെയ്യുന്നതാണ് എന്ന് വേണം പറയാം. ആ സൈഡിലേ ഒത്തിരി കാറ്റാടി പാടുന്നുണ്ട്, കാറ്റാടികളുണ്ടോ? കണ്ടു കണ്ടു കടലു കണ്ടിട്ട് എത്ര നാളായി, ഏലോ ഏലോ ഏലയ്യോ. മതി മതി, ഇപ്പൊ കടല് കണ്ടല്ലോ. അപ്പനും മോളും ഇങ്ങോട്ട് വാ, തണുത്ത് വിറയ്ക്കുന്നു. അപ്പങ്ങനെ പാത്രം താ. പപ്പാ എന്തോ ഇതിലെ പോളോ പോണോ? ബീച്ചിൽ പോയെങ്കിലും വെള്ളം കണ്ടില്ല. ഇതുകൊണ്ടൊന്നും ഞങ്ങള് തളരില്ല മക്കളെ. ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫാ. അപ്പം ഞങ്ങൾ വിചാരിച്ചു നല്ല ക്ലൈമറ്റ് ആണ്, ഇവിടുന്ന് 30 മിനിറ്റ് ദൂരത്തിലൊരു ബീച്ച് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം ഞങ്ങൾ പോകുന്ന വഴികളിലൂടെയുള്ള യാത്ര നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വ്ളോഗിലൂടെ. എവിടെയാണ് എങ്ങനെയാണെന്ന് അറിയില്ല. എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ് ആണെന്ന് തോന്നുന്നു ഇവിടുന്ന്. ഗൂഗിൾ മാപ്പ് ഇടുമ്പോൾ 30 മിനിറ്റാണ് കാണിക്കുന്നത്. എന്താണെങ്കിലും ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ യാത്രയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. അപ്പൊ സറാഫിൻ റെഡിയാണോ? പോയി വരാം. എവിടെ പോന്നേ? ബീച്ചില്. ഏത് ബീച്ചാ? വെള്ളത്തില്. ബീച്ച് എന്ന് പറഞ്ഞാൽ വെള്ളമാണെന്ന് മാത്രം സറാഫിന് അറിയാം. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇപ്പം കാണുന്നത്. രണ്ട് സൈഡിലും മലകളും അവിടെ പശുക്കളെ ആടുകളെയൊക്കെ വളർത്തുന്ന ഫാമുകളാണെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ പുല്ല് നിറച്ച പ്രദേശങ്ങളാണ്, മലകളാണ് കാണുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ ഡ്രംബേൺ എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് കണ്ടു. അവിടെ ഒന്ന് വണ്ടി നിർത്തി എന്താണെന്ന് ഞങ്ങളത് നോക്കി. അപ്പം കടലിൽ നിന്നുള്ള ദൂരത്തിലുള്ളൊരു ദൃശ്യമായിരുന്നു കാണുന്നത്. ഒരു ചെറിയൊരു കുന്നിന് താഴെയായിട്ട് കടൽ കാണാം. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളൊരു ഇവിടുത്തെ സ്കോട്ടിഷുകാരൻ ഒരാളെ കണ്ടു. ഇവിടുത്തെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പുള്ളി കുംബ്രിയിൽ നിന്ന് സൈക്കിള് ഉപയോഗിച്ച് ഇവിടെ വരെ വന്നതായിരുന്നു. So where are you from? Near Penny, in Cumbria. Okay, Cumbria. Yeah. Okay. Yeah, so it's about an hour in the car to Dumfries. Okay, so you're traveling with your bicycle? I am, yeah, and I've done 71 miles so far. Oh, okay, that's good. So another 10 or 11 to do, I think, and then I'll be Fine. back to Dumfries. So yeah. Oh, okay. So you are alone? Yes. No friends? I've had a full day. Okay. Yeah, absolutely. Yeah. That's good. Yeah. So we just came to visit the Southerners Beach. Let me see here nearby. Yeah, it's not too far. There's a sign for it along the road there. Okay. It's probably about, see, I was there, it's about 5 or 6 miles from here. From that side? Yeah. Okay. 5 or 6 miles from here, so not too bad. Yeah. Okay. Anyway, nice to meet you. Nice to meet you too. Enjoy your holiday. പിന്നെ പുള്ളിയോട് ബൈ പറഞ്ഞ് ഞങ്ങൾ സാൻഡി ഹിൽസിലേക്കാണ് പോയത്. സദേർണസും സാൻഡി ഹിൽസും അടുത്തടുത്ത രണ്ട് ബീച്ചാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഡ്രംബോൺ വ്യൂ പോയിന്റിന് യാത്ര തുടർന്നപ്പോൾ രണ്ട് സൈഡിലും ആയിട്ട് പശുക്കളും ഷീപ്സും നിൽക്കുന്നതുണ്ട്. ഇവിടുത്തെ ലോക്കൽ സ്കോട്ടിഷ് പൗരനോട് ചോദിച്ചപ്പോൾ മീറ്റ് പർപ്പസിനും മിൽക്ക് പർപ്പസിനുമായിട്ട് ഉപയോഗിക്കുന്നവയാണ് ഇതെന്നാണ് പറഞ്ഞത്. പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെ ഷീപ്സിനെയൊക്കെ ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം ബൾക്കായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ്. ഷീപ്സിനെ കണ്ടപ്പോൾ സെറാബിന് ഭയങ്കര
ഭയങ്കര സന്തോഷമായി. അവൾ ഈ കാർട്ടൂണിലൊക്കെ എപ്പോഴും ഇത് പാട്ടൊക്കെ കേൾക്കുന്നതാണല്ലോ. പെണ്ണി നോക്കിയേ. 1, 2, 3, 4, 5, 6, 7, 8, 9. അവൾക്കത് ഭയങ്കര സന്തോഷമായി. അവളവിടെ നിന്ന് പാട്ടൊക്കെ പാടി ബാബ ബ്ലാക്ക് ഷിപ്പ് ഒക്കെ. തലപ്പിയുടെ ബാബ ബ്ലാക്ക് ഷിപ്പ് ഇതിലേതാ? എല്ലാം വൈറ്റ് ഷിപ്പ് അല്ലേ? അതുകൊണ്ടല്ലേ ബ്ലാക്ക് ഷിപ്പ്. ബ്ലാക്ക് ഷിപ്പ് 1, 2, 3 ബ്ലാക്ക് ഷിപ്പ് ഉണ്ടല്ലോ അവിടെ. അങ്ങനെ അവിടെ നിന്നും വീണ്ടും ഞങ്ങൾ യാത്രയായി. ഇനിയിപ്പം ഞങ്ങൾ നേരെ എത്തുന്നത് സാൻഡി ഹിൽസ് ബീച്ചിലേക്കാണ്. റോഡിൻ്റെ ഇരു സൈഡുകളിലുമായിട്ട് വീടുകളും അതേപോലെ 1-2 പള്ളികളും എല്ലാം കാണാൻ സാധിച്ചു. അങ്ങനെ ഒരു കുന്ന് ഇറങ്ങി ചെന്നത് നമ്മുടെ സാൻഡി ഹിൽസ് ബീച്ചിലേക്കായിരുന്നു. വെള്ളത്തിൽ പോകാം, ബീച്ചിൽ പോകാം. ഓക്കെ ഓക്കെ. ഫിഷോ? കണ്ടോ? അങ്ങനെ നമ്മളെ കാത്തിരുന്ന ആ ഒരു സാൻഡി ഹിൽസ് ബീച്ചിൽ എത്തിയപ്പോഴാണ് ഞങ്ങളെ ഞെട്ടിപ്പിക്കുന്ന വളരെ വലിയൊരു സംഭവം നമ്മൾ അറിഞ്ഞത്. അതായത് അവിടെ കുറേ ഇവിടുത്തെ തന്നെ സ്കോട്ടിഷ് ആൾക്കാരുണ്ടായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു ബീച്ചിൽ വെള്ളം നമുക്ക് അടുത്തൊന്നും കാണാനേ ഇല്ല. വെള്ളം വന്നിരുന്നു, അങ്ങ് അകലെയായിട്ട് മാത്രം കുറേ വെള്ളം കാണാൻ പറ്റി, അല്ലാതെ അടുത്തൊന്നും വെള്ളമില്ല. അപ്പോൾ എന്താണ് എന്ന് നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യങ്ങളാണ് ഞങ്ങളെ ശരിക്കും ആശ്ചര്യപ്പെടുത്തിയത്. കണ്ടോ, ഒത്തിരി കാറ്റാടിപ്പാടം കണ്ടോ? ആ സൈഡിലേ ഒത്തിരി കാറ്റാടിപ്പാടം കണ്ടോ? കാറ്റാടികളുണ്ടോ? കണ്ടോ ചേച്ചിമാര് മണലിലൊക്കെ കളിച്ചത് കണ്ടായിരുന്നോ? കണ്ടോ മണലിലോ? നമ്മളെ നാട്ടിലും പല ഗൾഫ് കൺട്രീസുകളിലും എല്ലാം പല ബീച്ചുകളിലും നമ്മൾ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച അനുഭവമായിരുന്നു ഈ ഒരു ബീച്ചിലുണ്ടായിരുന്നത്. ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് വേലിയേറ്റത്തിന്റെയും വേലിയിറക്കത്തിന്റെയും അനുസരിച്ച് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. വേലിയേറ്റത്തിന്റെ സമയത്ത് കടലിൽ നിന്ന് തിരമാലകൾ ഉയർന്ന് ഇവിടെ വെള്ളം കയറും. വേലിയിറക്കത്തിന്റെ സമയത്ത് പയ്യെ വെള്ളം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. ഇവിടെയുള്ള ഈ സദേർണസ്, സാൻഡി ഹിൽസ്, പോളിമോൺ ബീച്ച്, ഇവിടെയുള്ള ഈ 3 ബീച്ചുകളിലും ഇങ്ങനെ തന്നെയാണെന്നാണ് ഇവിടുത്തെ സ്കോട്ടിഷുകാർ ഞങ്ങളോട് പറഞ്ഞത്. അതായത് ഇന്ന് രാവിലെ 11 മണിക്കാണ് തിര വന്നതെങ്കിൽ നാളെ 1 മണിക്കൂറിന് ശേഷം 12 മണിക്ക് ഇല്ലെങ്കിൽ 12:30 അങ്ങനെയാണ് അതിന്റെ തിര വരുന്നത്. അതായത് എല്ലാ ദിവസവും എല്ലാ സമയത്തും ഇവിടെ വെള്ളം ഇല്ല എന്നതാണ് അതിന്റെ സാരം. സൈഡിൽ കൂടെ ഞങ്ങൾ എല്ലാവരും നടന്നു പോകുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ആ സൈഡിൽ കൂടെ നടന്നു നോക്കിയപ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് പാറക്കെട്ടുകളും ഇപ്പുറത്തെ സൈഡിൽ കുറെ ആളുകൾ അതിനകത്തൂടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇച്ചിരി വെള്ളം ഇറങ്ങുന്ന കടലിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലും തോറും നമുക്ക് കാല് പതുങ്ങി പോകുന്ന പോലെ, താന്നു പോകുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇതിൽ വെള്ളം ഇറങ്ങി പോയിട്ടാണെങ്കിൽ പോലും അതിൽ നടക്കുമ്പോൾ ഒരു ചതുപ്പ് പ്രദേശം അങ്ങനെയൊന്നും അല്ല. മണ്ണിൽ നല്ല തറഞ്ഞാ കിടക്കുന്നത്, നമ്മൾ താന്നു പോകും അങ്ങനെയൊന്നുമില്ല, നമുക്ക് അതിൽ നടക്കാം. പിന്നെ ആ മലയിൽ കൂടെ കീറി ഇറങ്ങി നടക്കുന്ന സ്കോട്ടിഷുകാരെയൊക്കെ ഞങ്ങൾ കണ്ടു. കണ്ടു കണ്ടു കടലു കണ്ടിട്ട് എത്ര നാളായി, ഏലോ ഏലോ ഏലയ്യോ. മതി, ഇപ്പൊ കടല് കണ്ടല്ലോ, അപ്പനും മോളും ഇങ്ങോട്ട് വാ, തണുത്ത് വിറയ്ക്കുന്നു. ഇവരിങ്ങനെ നോക്കുന്നേ, ഇതിനകത്ത് തന്നെ നോക്കുന്നവര്. ആ പുള്ളിയുടെ കയ്യിലിരിക്കുന്ന മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പുള്ളി സ്വർണം, വെള്ളി, പ്ലാറ്റിനം, ഡയമണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടോ എന്ന് സെർച്ച് ചെയ്തെടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഈ ബീച്ചിൻ്റെ സൈഡോട് കൂടിയുള്ള ഒരു ക്യാമ്പിംഗ് സൈറ്റാണ്.
വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഉണ്ട് ഒത്തിരി ആൾക്കാർ, വണ്ടികളിൽ കാരവാൻസ്, കാറ് എല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് പയ്യെ ഇനി പോകണം. ഞങ്ങളിന്ന് സാൻഡി ഹിൽസ് ബീച്ച് പോകാൻ പ്ലാൻ ഇട്ടതുകൊണ്ട് ദീപ്തി എന്താണേലും ഡെലീഷ്യസ് ആയിട്ടുള്ള ബിരിയാണിയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പപ്പയ്ക്ക് പാത്രമില്ലേ? പപ്പയ്ക്ക് പാത്രം താ. ആരാ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയേ? ആണോ? സൂപ്പർ ബിരിയാണിയാണോ ഉണ്ടാക്കിയേ? ആഹാ, കൊള്ളാലോ. നീ തന്നെ ഉണ്ടാക്കിയേ? പിന്നെ ഞാൻ തന്നെ, അല്ലാതെ എനിക്ക് ആരെങ്കിലും കൂട്ടുണ്ടായിരുന്നു? ആ, സറാഫി ഹെൽപ്പ് ചെയ്തില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. വെളുത്തുള്ളി പൊളിച്ച് സഹായിച്ചു. ആണോ? വെളുത്തുള്ളി പൊളിച്ചായിരുന്നോ? ഓക്കെ, ഗുഡ്. ഇതൊരു ക്യാമ്പിംഗ് സൈറ്റ് ആണ് കേട്ടോ. നമുക്ക് എല്ലാ സൈഡിലും ആ സൈഡായിട്ട് മൊത്തം ക്യാമ്പിംഗ് ഏരിയയാണ്. ഒത്തിരി ആൾക്കാരെല്ലാം അവിടെ വന്നിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി അല്ലേ? ഞാൻ ചിക്കൻ ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. കൈമ റൈസ് സൂപ്പർ. ചൂടുണ്ട് എപ്പോഴും, ചൂട് ബിരിയാണി. സലാഡ് വേണോ സറാഫിന്? സൂപ്പർ. അങ്ങനെ നല്ലൊരു ക്യാമ്പിംഗ് സൈറ്റിൽ നമ്മൾ ബീച്ചൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകാം അല്ലേ? അങ്ങനെ ഞങ്ങളുടെ ബീച്ച് യാത്ര ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബീച്ചിൽ പോയെങ്കിലും വെള്ളം കണ്ടില്ല. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തളരില്ല മക്കളെ. നമുക്ക് വേറൊരു ദിവസം ഉറപ്പായിട്ടും ഈ ഒരു ബീച്ചിൽ നമ്മൾ പോകുന്നതായിരിക്കും. വെള്ളം ഇറങ്ങുന്ന സമയമൊക്കെ നോക്കി ഞങ്ങൾ പോയി ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു. പപ്പ പറഞ്ഞത് മലയാളം. വലിയ സാരമില്ല, കടിച്ചു കളഞ്ഞാൽ മതി. എന്താ ചോദിച്ച? എന്നതാ പറഞ്ഞോ, എന്നാ പറ. ഞാനിതൊന്നും ഉണ്ടാക്കി വെക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. അതെന്നാ? ഇന്നലെ മല്ലിയിലൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ടൊന്നും വാങ്ങിച്ചോണ്ട് വന്നില്ലല്ലോ. മല്ലിയില അവിടെ ചെന്നപ്പില്ലായിരുന്നല്ലോ, ഇല്ലാതെ മേടിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? പപ്പ അവിടെ ചെന്നപ്പോ മല്ലിയില ഇല്ല, ടൊമാറ്റോ ഉണ്ടായിരുന്നു. ടൊമാറ്റോ മേടിക്കാൻ പറഞ്ഞോണ്ട് ടൊമാറ്റോ മേടിച്ചു. മല്ലിയില അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയാ മേടിക്കുന്നത്? സറാഫിൻ പറ. ആ, മോർസിന് മല്ലിയില ഇല്ലായിരുന്നു. പിന്നെ പപ്പ എങ്ങനെയാ മേടിക്കുന്നത്? ടൊമാറ്റോ ഉണ്ടായിരുന്നു. ടൊമാറ്റോ ഉണ്ടായിരുന്നു. ടൊമാറ്റോ ഉണ്ടായിരുന്നു. മൊയൽ സറാഫിന്റെ അടുത്തോട്ട് വരുക. വരുമ്പം തിന്നു കഴിഞ്ഞില്ലെങ്കിൽ സറാഫിന്റെ പാത്രത്തിലുള്ള ബിരിയാണി ആ മുയൽ തിന്നും. Yay!